ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പാട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഈ ഒരു കോലം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ മീനൊക്കെ വറുക്കുന്ന സമയത്ത് ഒരുപാട് മെഴുക്കൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ആവാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും അത് മാത്രമല്ല നല്ലൊരു സ്മെല്ല് ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഷാമ്പു ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പം ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിനുള്ള മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക. അതുമാത്രമല്ല കൂറയോ പല്ലിയോ പാറ്റയോ ഒന്നും എഴിഞ്ഞു വരാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുത്തിട്ടുള്ള സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഷാമ്പൂവിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഷാമ്പു ആയത് കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലുള്ള മെഴുക്കൊക്കെ പോയി കിട്ടാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഈ ഒരു മെഴുക്കും അതേപോലെ നമ്മൾ ചോറും കറിയൊക്കെ വെക്കുന്നതാണല്ലോ, കറി തിളച്ച് ചിന്തിയതൊക്കെ ഉണ്ടാവും ഗ്യാസ് സ്റ്റോപ്പിൽ. അപ്പോൾ അതെല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒരു ഡ്രോപ്സ് മാത്രം മതി കേട്ടോ. ഇതേപോലെ ഒന്ന് ഉറ്റിച്ചതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് നല്ലൊരു തിളക്കം ഉണ്ടാവും, നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും ഉറുമ്പ് വരില്ലേ എന്നുള്ളത്. ഒരിക്കലും ഉറുമ്പ് വരില്ല കേട്ടോ. ഇതേ രീതിയിൽ തുടച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള എല്ലാ പൊടികളും അതേപോലെ പറ്റി പഠിച്ചിട്ടുള്ള എന്ത് കറയായാലും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. ഷാമ്പൂ ഇട്ട് തുടച്ചതിന് ശേഷം ഒരിട്ട് വെളിച്ചെണ്ണ ഉറ്റിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എന്ത് പാടുകളുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് നല്ല പ്യുവർ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും. നല്ലൊരു തിളക്കും നല്ലൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കാണാനായിട്ട് പുതിയതുപോലെ തന്നെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പുളിയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പുളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ഹാർഡായിരിക്കും, പുളി ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലിട്ട് വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുത്തി നിറച്ചിട്ടാണല്ലോ പുളിയൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കറി പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ ദിവസത്തേക്കുള്ള പുളി ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ പുളി ഇട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ബോൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പുളി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നമ്മൾ പെട്ടെന്ന് തന്നെ കറി വെക്കണമെന്നുണ്ടെങ്കിൽ പുളി എടുക്കാനൊക്കെ ഒരു പ്രയാസം ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നേക്കുള്ള പുളി ഇതേപോലെ ഓരോ ബോൾസ് എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഹാർഡായി പോവും, നല്ല ടൈറ്റായിട്ട് വെക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ രീതിയിൽ നമ്മൾ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലികൾ എളുപ്പത്തിൽ തീർക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് നല്ല കുത്തി നിറച്ച് ഇടാതെ നമുക്ക് ഈ ഒരു ഓരോ ഉരുളകൾ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെയ്യും. അന്നേക്കുള്ളത് ഇതേപോലെ ഓരോ ബോൾസാക്കി ഇട്ടാൽ ഓരോ ബോൾസ് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീർക്കാൻ പറ്റും ചെയ്യും. കുറേയേറെ നമുക്ക് കണ്ടെയ്നറിൽ കുത്തി വെക്കാനും പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാം. അന്നേക്കുള്ള പുളി ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അന്നേക്കുള്ള പുളി നമുക്ക് ഇതേപോലെ ഉരുളകളാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ഭംഗിയും കൂടെ ആയിരിക്കും കേട്ടോ അതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പിനായിട്ട് ഞാനൊരു ബൗളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പൊടിപ്പാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഈ ഉപ്പ് നല്ലോണം ഈ ഒരു വെള്ളത്തിൽ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഉപ്പ് നല്ലോണം ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ നല്ല സോഫ്റ്റായ കോട്ടൻ്റെ ഇതേപോലത്തെ തുണി ഇതേപോലെ ഒന്ന് ഇതിൽ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം
നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചില സമയത്തൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഈ ഒരു കൺതട നല്ലൊരു വീർത്ത് പോലെ ഉണ്ടാവും, ഒരു വീക്കുണ്ടാവും. അത് മാത്രമല്ല നമുക്ക് ഇടയ്ക്കൊക്കെ കൺകുരു വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പൊടികളൊക്കെ അടിഞ്ഞു കൂടിയിട്ടും പിന്നെ നമ്മൾ വെയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതൊക്കെ ഉണ്ടാവും. ഈ ഒരു കൺതടം വീർത്ത് വരും. അത് മാത്രമല്ല കണ്ണിൻ്റെ ഈ ഒരു പോളയിൽ കുരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു കോട്ടൻ്റെ തുണി ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ആ ചെറിയ ചൂടിൽ ഇങ്ങനെ കണ്ണിൻ്റെ തടത്തിലൊക്കെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇത് കൺതടത്തിലൊക്കെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടി മൂലം ഉണ്ടാകുന്ന അലർജികൾ മാറാനും അതേപോലെ കൺകുരു ഇങ്ങനെ ചപ്പിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുഞ്ഞുങ്ങളായാലും അതേപോലെ വലിയവരായാലൊക്കെ ഒരുപാട് പൊടിയൊക്കെ നമ്മുടെ കണ്ണിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൺതടം വീർത്ത് വരും ചെയ്യും, കണ്ണിൽ കുരൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിലാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു ദിവസം 2-3 പ്രാവശ്യം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വലിയ ബോട്ടിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഐസാക്കി എടുക്കാം കേട്ടോ. ഐസാക്കിയതിന് ശേഷം ഇതേപോലെ ഈ ഒരു കുപ്പിൻ്റെ മുകളിൽ 2 കാലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുപ്പൊക്കെ ആയത് കാരണം നമ്മളിങ്ങനെ ടൈലിൽ ചെരുപ്പൊക്കെ ഇടാതെ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടി ഭയങ്കര വേദന ആയിരിക്കും. ചിലർക്ക് കാലിൻ്റെ അടി നിലത്ത് കുത്തുന്ന സമയത്ത് കാലിൻ്റെ ഉപ്പൂറ്റിയും കാലിൻ്റെ അടിവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വേദന അനുഭവപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേദനക്കൊക്കെ നല്ല ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഐസാക്കിയതിന് ശേഷം മാത്രം ഇതേ രീതിയിലൊന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വേദനകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാല് കുത്തി നടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ബോട്ടിൽ കേടായിട്ട് ഇങ്ങനെ അടപ്പ് ബാക്കി ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പം നമ്മൾ ഈ ഒരു അടപ്പിന് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കട്ടോ. ഈ അടപ്പിൻ്റെ ചുറ്റിലും ഞാനിതാ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുഞ്ഞു ഹോളിടാതെ കുറച്ച് വലിയ ഹോൾ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഈ ഒരു അടപ്പ് നിറയെ ഞാനിതാ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ അടപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ സിങ്കിൽ ഡ്രൈനേജ് ഹോളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. അങ്ങനെ ഈ ഒരു അടപ്പ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പാത്രം കഴുകുന്ന സമയത്തും ആ ഒരു പാത്രത്തിലുള്ള വേസ്റ്റ് എല്ലാം ഈ ഒരു സിങ്കിലൂടെ പോവാതെ ഈ ഒരു അടപ്പിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ അടപ്പിന് ഹോൾ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് അടപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കട്ടോ. വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ഹോളിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെ ഹോളിട്ടിട്ട് ഇനി പാത്രം കഴുകി നോക്കൂ. നമുക്ക് ഈ ഒരു പാത്രത്തിൽ വരുന്ന എന്തൊരു വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ചായപ്പൊടിൻ്റെ ചണ്ടിയോ അതേപോലെ ചോറോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഈ ഒരു അടപ്പിലോട്ടേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. വെള്ളം ഈ ഒരു ഹോളിലൂടെ പോയിക്കോളും. ഈ വേസ്റ്റൊക്കെ ഈ ഒരു അടപ്പിൽ ഇങ്ങനെ തങ്ങി നിന്നിട്ട് നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കിവിടെ തങ്ങി നിന്നോളൂ കേട്ടോ. ഒരിക്കലും നമുക്ക് സിങ്ക് ബ്ലോക്ക് ആവാൻ ഒരിക്കലും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.